ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള റെഡ് കളർ പ്ലാസ്റ്റിക് കവറിന്റെ അടിവശവും മുകൾ വശവും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കതൊന്ന് നിവർത്തി വെച്ച് കൊടുക്കണം. പിന്നീട് നമുക്കൊരു ഈർക്കളിയുടെ പീസ് വേണം, കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലും വേണം. നമ്മൾ ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ നിവർത്തി വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ഈർക്കളിയിലേക്ക് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മളിപ്പോൾ ചെയ്തെടുത്തതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഒരു പീസും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ആ ഒരു ഈർക്കളിയിലേക്ക് വെച്ച് തന്നെ കെട്ടിക്കൊടുക്കാം. ഇനി നമ്മൾ ഒരു തവണ കൂടെ പ്ലാസ്റ്റിക് കവറിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടെ നമുക്കതിലേക്ക് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. ഇപ്പൊ നമുക്കത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അതിന്റെ ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും വീതി കുറഞ്ഞൊരു പീസ് കട്ട് ചെയ്തെടുത്ത് നമ്മൾ അതിന്റെ തണ്ടിലൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നീട് നമ്മളിവിടെ വൈറ്റ് കളർ പെയിന്റ് എടുത്തിട്ടുണ്ട്, ഒരു സ്പോഞ്ചിന്റെ പീസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ഇവിടെ ആയിട്ട് ഇതുപോലെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിൽ പെയിന്റ് ചെയ്ത് കൊടുത്തത് നല്ലതുപോലെ ഒന്ന് ഉണങ്ങി കിട്ടിയതിന് ശേഷം നമുക്കിതിന്റെ ഓരോ ലെയറുകളും ഇതുപോലെ ഒന്ന് വിടർത്തിയെടുക്കണം. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് നമുക്ക് വളരെ സിമ്പിൾ ആയി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണിത്. പ്ലാസ്റ്റിക് കവറുകൾ കിട്ടുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ തന്നെ നമ്മൾ വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ റെഡ് കളർ പെയിന്റ് ആണ് കൊടുത്തെടുത്തിട്ടുള്ളത്. വേറെ കുറച്ച് പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തു. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മുടെ പൂക്കളെല്ലാം ഇതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ തെർമോക്കോളിന്റെ പീസെല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഓരോ പൂക്കളായി അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് തന്നെ ഇലകളും ചെയ്തെടുക്കാം. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് വളരെ സിമ്പിളായി ഇലകളൊക്കെ ചെയ്തെടുക്കുന്നത് ഒരുപാട് തവണ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.